ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒട്ടും കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് വാഴക്കൂമ്പ് തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇതെല്ലാം ഒന്ന് ഇളക്കി മാറ്റാം. ഒരു വൈറ്റ് കളറായി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇതെല്ലാം ഇളക്കി മാറ്റാം. വൈറ്റ് പോർഷൻ ഒന്ന് കാണുന്നത് വരെ ഇളക്കി മാറ്റാം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ തോരൻ വെച്ച് കഴിയുന്ന സമയത്ത് ഭയങ്കര കയ്പായിരിക്കും. കണ്ടോ, ഇത് മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി വെക്കുക. നമുക്കിത് അരിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് വേണം ഇട്ട് വെക്കാനായിട്ട്. ഉപ്പും മഞ്ഞളും ചേർക്കുന്ന സമയത്ത് ആ ഒരു കറ മാറി കിട്ടുകയും ചെയ്യും, അതുപോലെ ഒത്തിരി അങ്ങ് കറുത്ത് പോകത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു തുമ്പ് വശം ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കൊത്തിയൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കുവാണ്. അരിഞ്ഞിട്ട് നമുക്കിത് വെള്ളത്തിലേക്ക് മാറ്റാം. കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തേക്കുക കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ആ ഒരു കറയാകും. ഇതുപോലെ കൊത്തി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്കിത് വെള്ളത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് മുഴുവനും അരിഞ്ഞതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് മുഴുവനും അരിഞ്ഞ് വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനത് മിക്സിൻ്റെ ജാറിലേക്ക് 2 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഞാനിതിലേക്ക് ഒരു വലിയ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുവാണ്. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 10 ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ചതച്ചെടുക്കാം. ഉള്ളി ഒത്തിരി അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. കണ്ട ഈ ഒരു പരുവത്തിന് അരച്ചെടുക്കാം. അപ്പം നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വാഴക്കൂമ്പ് ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. വെള്ളം കംപ്ലീറ്റ് ഒന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റിയിട്ട് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനും വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക, അതാണ് ടേസ്റ്റ്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പം ഇതിലേക്ക് ഒരു വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് വേകാനായിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 8 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ വാഴക്കൂമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളത്തിൻ്റെ ഈർപ്പം നന്നായിട്ടൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.